കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്സിന് ചോദ്യം കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മുടെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. 4 തൊട്ട് 5 മാർക്കിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇന്ന് നമ്മൾ എങ്ങനെ ക്വിക്കായിട്ട് നമുക്കൊരു 4 പോയിന്റ്സ് വളരെ റിലേറ്റ് ചെയ്ത് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഒരു ബോക്സ് വരയ്ക്കുക. നിങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിക്കുമ്പോഴേ ആൻസർ ഷീറ്റിൽ അങ്ങനെ എഴുതാവുള്ളൂ. ഇപ്പം ഇലാബറേറ്റ് ചെയ്ത് എഴുതാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. പക്ഷേ കുറച്ചും കൂടി നീറ്റ് ആൻഡ് പെട്ടെന്ന് തന്നെ കാര്യം കഴിയുന്നത് ഇതുപോലൊരു ബോക്സ് വരയ്ക്കുമ്പോഴായിരിക്കും. അപ്പോൾ സർവീസ്, ഗുഡ്സ് എന്ന് പറയുന്ന 2 കോളം നിങ്ങൾ കൊടുക്കുക. ഈ ബേസിസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സർവീസും ഗുഡ്സിൻ്റെ ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോളം കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ആൻ ആക്ടിവിറ്റി ഓർ പ്രോസസ്. എന്താണ് സർവീസ് എന്ന് പറയുന്നത്? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. ഇപ്പം നമ്മളൊരു സിനിമ കാണാനായിട്ട് പോകുമ്പോൾ അല്ലേ, നമ്മൾ തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് സർവീസുകളുണ്ട്. അവിടെ നല്ല സീറ്റ്സ് കിട്ടുന്നുണ്ട്, അവിടെ AC ഉണ്ട്, പിന്നെന്താണ് അവിടെ ഇരുന്ന് നമുക്ക് സിനിമ കാണാം. അതൊക്കെ അവർ തരുന്നൊരു സർവീസാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാനോ കാണാനോ പറ്റുന്ന എന്തോ അതിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ഗുഡ്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. നമ്മൾ നേരത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. അപ്പോൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് സർവീസിൻ്റെ കേസിലും, ടാഞ്ചിബിൾ തൊടാനും കാണാനും പറ്റുന്നതിനെ നമുക്ക് ഗുഡ്സ് എന്നും പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പം ഈ മൂവിയുടെ കേസ് വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഗുഡ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി ടിക്കറ്റ്സ് അല്ലേ. തൊടാനും കാണാനും ഒക്കെ നമുക്ക് പറ്റും. അവിടെ ഇരിക്കുന്ന ചെയർ തൊടാനും കാണാനും ഒക്കെ പറ്റും. അതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ് ഹെട്രോജീനിയസും ഹോമോജീനിയസും. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ഡിമാൻഡ്സ് അല്ല ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തകരമായ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവർക്ക് വേണ്ടതും അവരുടെ നീഡ്സും വോൺസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റുന്നതിനെയാണ് ഹെട്രോജീനിയസ്, പലതരത്തിൽ ഉള്ളത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹെട്രോജീനിയസ് ആണ് എന്തെന്ന് പറയുന്നത്? സർവീസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയത്തില്ലേ, ചിലവർക്ക് കടുപ്പം കൂടിയ ചായ, ചിലവർക്ക് കടുപ്പം കുറഞ്ഞ ചായ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ സംഭവങ്ങൾ നമ്മൾ ഓൾട്ടർ ചെയ്യും അല്ലേ. നമുക്ക് കിട്ടുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് വേണ്ട പോലെ അത് മാറ്റിയെടുക്കും അല്ലേ. അപ്പോൾ പല തരത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഹെട്രോജീനിയസ് ആണ് സർവീസ് എന്ന് പറയാം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഫോൺ എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോൺ, ഇപ്പം iPhone 17 ഒക്കെ ഇറങ്ങി, 17 എടുക്കുവാണെങ്കിൽ ആരൊക്കെ 17 എടുക്കുന്നോ, iPhone 17 എടുക്കുന്നോ, അവർക്ക് എല്ലാവർക്കും ഒരേ ഫീച്ചറുള്ള ഒരേപോലത്തെ ഫോണല്ലേ കിട്ടുന്നത്. യെസ്, അപ്പോൾ അതിനെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഗുഡ്സിൻ്റെ നേച്ചറിൽ വെക്കാം. ഓക്കെ, അടുത്തതാണ് ഇൻടാഞ്ചിബിലിറ്റി. ഇൻടാഞ്ചിബിലിറ്റിയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവീസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. തൊടാനോ കാണാനോ പറ്റില്ല. പിന്നെയോ നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് തൊടാനും കാണാനും ഒക്കെ സാധിക്കും അല്ലേ. ഈ ഒരു പെൻ അല്ലെങ്കിൽ മിസ് കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു 2 പെൻ എനിക്ക് തൊടാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും, ഇത് വെച്ച് എനിക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ നമുക്ക് ഗുഡ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഡിമാൻഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡാണ്. ഇപ്പോൾ മൊബൈൽ സർവീസ് എടുക്കുവാണെങ്കിൽ ഇപ്പം എനിക്ക് 1 GB നെറ്റായിരിക്കും വേണ്ടത്, എൻ്റെ ചേച്ചിക്ക് 2 GB ആയിരിക്കും, എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിന് ചിലപ്പോൾ നെറ്റേ വേണ്ട, അവരുടെ വീട്ടിൽ വൈഫൈ കാണും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ ആവശ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് വരുന്നത്. ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഗെറ്റിംഗ് സ്റ്റാൻഡേർഡൈസ്ഡ് ഡിമാൻഡ്. അതായത് മൊബൈൽ ഫോൺസ് ഒരേ തരത്തിലുള്ള, നേരത്തെ ഹോമോജീനിയസ് ഹെട്രോജീനിയസിൽ പറഞ്ഞ പോലെ തന്നെ ഒരേ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നത്. അടുത്തതാണ് ഇൻസെപ്പറബിലിറ്റിയുടെ കേസിൽ സൈമിൾട്ടേനിയസ് പ്രൊഡക്ഷനും കൺസംഷനും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൺസ്യൂം ചെയ്യണമെന്നാണ് സർവീസിൻ്റെ കേസിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ അവരുടെ സർവീസ് നമുക്ക് കിട്ടും. പക്ഷേ ഗുഡ്സിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ പോയി പാഴ്സൽ മേടിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു സർവീസ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതൊരു ഗുഡ്സ് ആയിട്ട് മാറുകയാണ് അല്ലേ. സെപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷനും കൺസംഷനും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള 5 പോയിന്റ് ആണ്. ഇതെന്താണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകുക. 4 തൊട്ട് 5 മാർക്കിന് എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ വരുന്നതാണ്. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്കും ഇനി വരാൻ പോകുന്ന മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന 2 പോയിന്റ് താഴെ കമൻറ്റ് ചെയ്യുക. മിസ് ആ കമൻറ്റ്സ് വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.